കുറച്ച് നാളുകൾക്ക് ശേഷം മൃണാളിൽ പോയിരുന്നു, ഹംഗറി മൃണാൾ. അപ്പോൾ കഴിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി കഴിച്ചത് ബിരിയാണി, ചിക്കൻ ബിരിയാണി, 1 പീസ് ചിക്കൻ ബിരിയാണി. ഞാൻ കഴിച്ചത് 3 ചപ്പാത്തി, ഒരു ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കോമഡി. ഒരു കഴുത്തിൻ്റെ ചെറിയൊരു പീസ്, 2 പിച്ചിപ്പറിച്ച പീസില്ലേ, അതായത് ഒരു വലിയ പീസ് 2 പീസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറേ ചാറും, അതായത് കുറേ ഗ്രേവി, തക്കാളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പരത്തി വെച്ചേക്കണം പ്ലേറ്റിൽ മൊത്തം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബിരിയാണി എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല, കാരണം ഞാൻ ഗീ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു ബിരിയാണി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ബിരിയാണിയാണ്. കാരണം അത്യാവശ്യം വലിയൊരു പീസ് ചിക്കൻ ദമ്മ് ചെയ്ത പീസാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു തവണ മുമ്പ് കഴിച്ചിട്ടുണ്ട്. അവിടെ കയറുകയാണെങ്കിൽ, ഹംഗറി മൃണാളിൽ കയറുകയാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം കയറുക. കാരണം മറ്റ് കറികളോ മറ്റ് ഐറ്റംസോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ദേഷ്യമാവും. കാരണം എന്തിനാ ഇവിടെ കയറിയെന്നുള്ളൊരു തോന്നലാവും. നമ്മളെന്തോ കഴിച്ചു എന്നാ വയറ്റിലെത്തിയതുമില്ല, നമ്മൾ വായിലേക്ക് വെച്ചു എന്നാ വയറ്റിലെത്തിയിട്ടുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ക്വാണ്ടിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. ആ പുള്ളി ഇങ്ങനെ എന്താ പറയാ, ഓവർ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാണിക്കുന്നവർ ഭയങ്കര ഉടായ്പകളായിരിക്കും. അപ്പോൾ പുള്ളി ഭയങ്കരമായി ഓപ്പൺ മൈൻഡഡ് ആണ്. മുൻപിൽ തന്നെ വില പട്ടിക എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പോയപ്പോ നമ്മുടെ ഫ്രണ്ടിലെ ചായക്കട ഉണ്ടല്ലോ, ഔട്ട് സൈഡ് ചായക്കട, അത് മൊത്തം വിറക് വരെയാക്കിയിട്ടുണ്ട്. അതായത് വിറക് കൊണ്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വേറെ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ മൊത്തത്തിലൊരു തരികിട മയമാണ് അവിടെ. ബിരിയാണി ഒഴിച്ച് എല്ലാം തരികിടയാണ്. അത് ഇപ്പോഴും അതാ പറയാനുള്ളത്. പിന്നെ ഇപ്പൊ പുള്ളി ഇടയ്ക്ക് ഓരോ റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൃണാള് ഇപ്പൊ നിങ്ങൾ വരൂ, എൻ്റെ കറി പോർഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിഷസ് കഴിച്ചു നോക്കി അതിന്റെ പോർഷൻ സൈസിനെ വിലയിരുത്തൂ, അഭിപ്രായം പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഉഡായിപ്പ് മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റൂ മൃണാളെ. അതെനിക്ക് പറയാനുള്ളത് ആദ്യം. എന്നാൽ മാത്രമല്ല ആൾക്കാർ കയറുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ മോങ്ങിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? 150 രൂപയുടെ ചിക്കൻ റോസ്റ്റില് ഒരു കഴുത്തിന്റെ പീസും, അതായത് നമ്മളിപ്പോ എങ്ങനെയാ അത് പറയുക? നമ്മളിപ്പോ അവിടെ പോയിട്ട് അത് പറയില്ല എന്ന് അവർക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന്. അത്യാവശ്യം മാനേഴ്സ് ഉള്ള ആൾക്കാർ ഒരിക്കലും അത് ക്വാണ്ടിറ്റി കുറവാന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടായിരിക്കില്ല അവർ അങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1 കിലോ ചിക്കന് പോലും 150 രൂപയില്ല. അപ്പൊ ആ സമയത്താണ് ഇവര് ഈ 150 രൂപയ്ക്ക് ഒരു കഴുത്തിന്റെ പീസും അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഈ സെർവ് ചെയ്യുന്നത്. എല്ലാ കറികളും അങ്ങനെ തന്നെയാട്ടോ. ബിരിയാണി ഒഴിച്ച എല്ലാ കറികളും ഇതാണ് അവസ്ഥ.